ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായിട്ട് എനിക്ക് പനിയും ജലദോഷവും ശ്വാസം മുട്ടും കഫക്കെട്ടെല്ലായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്നാണ് ശരിക്കും ഒന്ന് എണീച്ച് നിന്നത് തന്നെ. ഞാൻ ഇത്രയും ദിവസം കിടപ്പത്തിൽ തന്നെ ഉണ്ടായിന് ഫുള്ള്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വരലില്ല. ഈ ജലദോഷം എനിക്ക് പനിയൊന്നും വരാത്ത സംഭവമാണ്. പക്ഷെ എനിക്ക് ബ്ലഡ് ഇൻഫെക്ഷൻ ആയതുകൊണ്ടാണ് പനി വന്നത് കേട്ടോ. ഒട്ടും പറ്റുന്നുണ്ടായിട്ടില്ല, നല്ല കഫക്കെട്ടുണ്ടായിന്, തലയൊന്നും അനക്കാൻ പറ്റുന്നുണ്ടായിട്ടാ. പിന്നെ കുറച്ച് ശരിയായപ്പം ഞാൻ വൈകുന്നേരം ഒന്ന് കുളിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് തലയും മേലും എല്ലാം കുളിച്ച്, എന്തായാലും കുളിച്ചതല്ലേ വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് വിളക്കും കത്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏച്ചി പറഞ്ഞത് നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ എന്ന്. ആദ്യമൊക്കെ ചെറിയൊരു മടിയുണ്ടായിന്, കാരണം കുട്ടും ഞാൻ ശരിക്കും ഓക്കെ ആയി വരുന്നത്രേ. പിന്നെ ഞാൻ പറഞ്ഞാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം ഞാനും ഏച്ചിയും പെപ്പയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോയി. ഏകദേശം ഇരുട്ട് വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഒമ്പനൊരു 7 മണി ആയിട്ടുണ്ടായിന്. അതുകൂടാതെ തന്നെ നല്ല മഴയും പിടിച്ചിട്ടുണ്ടായിന്. ഈ ടൈം ഇത് ആദ്യമായിട്ടായിരിക്കട്ടെ ഞാൻ അമ്പലത്തിൽ പോകുന്നത്. ഈ ടൈം അങ്ങനെ പോയിട്ടില്ല ഞാൻ. അപ്പം നമ്മളെ കൂലോത്തമ്പലത്തിലേക്കാണ് വന്നിട്ടുള്ളത്. കൂലോത്തമ്പലം ഈ ടൈമിൽ കാണുന്നതും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. പൊതുവേ രാവിലെ വരുന്നതല്ലാതെ ഈ ടൈമൊന്നും ഇതുവരെ അങ്ങനെ അമ്പലത്തിൽ പോയിട്ടില്ല. പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒരു സന്ധ്യ ആകുമ്പോൾ തന്നെ വീട്ടിലെത്താൻ നോക്കലുണ്ട് വൈകുന്നേരം പോയിട്ട്. പക്ഷേ ഈ ടൈം അടിപൊളിയാണ് കേട്ടോ. അമ്പലം കാണാനും നല്ലൊരു അധികം ആൾക്കാരും ഉണ്ടായിട്ടാണ് നല്ലൊരു രസം ഉണ്ടായിന്. ഇപ്പായിട്ട് വെപ്പയ്ക്ക് ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ. കുരുത്തക്കേട് എന്നല്ല, കുരുത്തക്കേട് എന്ന് പറയാൻ പറ്റൂല, പക്ഷെ ഭയങ്കര ഒരു പറഞ്ഞാലും അനുസരിക്കുന്നില്ല ഒട്ടും. ഞാനിപ്പം തീരെ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് തന്നെ അവന് നല്ല കുരുത്തക്കേടുണ്ട്. കാരണം വീട്ടിൽ നിന്ന് ആരും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. ഞാൻ തന്നെ പറയണം എന്തായാലും, എനിക്കന്നെങ്കിൽ പറയാനും പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ കിടന്ന ടൈം ഫുള്ളും മുതലെടുത്തിട്ടുണ്ടായിന്. ഇതിപ്പോൾ ഏച്ചി ഉണ്ടായതുകൊണ്ട് തന്നെ വലിയൊരു ഭാഗ്യം. അല്ലെങ്കിൽ ഞാൻ ഇവനെയും കൊണ്ട് പെടാപ്പാട് പെടട്ടി അമ്പലത്തിൽ നിന്ന്. പിന്നെ ഒരുപാട് നല്ലൊരു സ്ഥലമെല്ലാം ഉണ്ടെങ്കിൽ ഈ ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് നടന്നോളാന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ എടുക്കാനും വിട്ടിട്ടാ, കൈ പിടിക്കാനും വിട്ടിട്ടാ. അവൻ വലിയ ബോഡി ഗാർഡിനെ പോലെ മുമ്പിലേ പോകുന്നുണ്ട്. ആരും ഇല്ലയെന്ന് വിചാരിച്ചെങ്കിലും അമ്പലത്തിൽ നല്ല ആളുണ്ടായിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടയിലേക്ക് പോയിട്ട് പ്രാർത്ഥിച്ചോട്ടാ. പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ ചുറ്റാൻ പോവുകയാണ്. പട്ടാളൊക്കെ ലൈറ്റിന്ന് ഫോട്ടോ എടുക്കണേ. ഈ ലൈറ്റ് നല്ല ഫോട്ടോ പ്രാർത്ഥിക്കുവാനാ. ഒട്ടും പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ടായിട്ടോ പെപ്പ. എല്ലായിടത്തും ഓടിക്കളിക്കലും കാടിൻ്റെ സൈഡിലേക്ക് പോലും പറഞ്ഞിട്ട് തീരെ കേൾക്കുന്നുണ്ടായിട്ടാ. മനുഷ്യനാൾ ഇനിയൊന്നും കൂട്ടിക്ക് വരില്ല ഒരു അമ്പലത്തിലേക്ക്. നട തുറക്കുന്നവരെ നമ്മൾ കുറേ നേരം വെയിറ്റ് ആക്കിയിട്ടാ. ഇന്ന് കുറേ സ്വാമിമാരുണ്ടായിന് അമ്പലത്തിൽ. ഇന്ന് മാല ഇട്ടതാണോ അല്ലെന്ന് എനിക്കറിയില്ല. ഇന്ന് മാല ഇട്ടതാണെന്ന് തോന്നുന്നു, കാരണം അവർ ബാഗുകളും അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ വേറെയും കുറേ ആൾക്കാരുണ്ടായിന്. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രാവിലെ ഇന്ന് ഇവിടെ ഗണപതി ഹോമം കഴിച്ചിട്ടുണ്ടായിന്, അതിൻ്റെതാണെന്ന് കാണുന്നെല്ലാം പറഞ്ഞു. അങ്ങനെ നടതാന്ന് തോന്നിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് ഇറങ്ങി. നാളെ വരുന്നു പറയുന്ന വരണം പറ. ആടെ കുറേ വയസ്സായ അമ്മൂമ്മമാരെല്ലാം ഉണ്ടായിന്. അവരോടെല്ലാം വർത്താനം പറഞ്ഞിട്ടും
എന്തെല്ലോ വർത്താനം പറഞ്ഞിട്ട് നടക്കാവിലേക്ക് വരുന്നു, എന്തെല്ലോ ചോദിക്കുന്നുണ്ടായിനി. അപ്പോൾ അവർക്കെല്ലാം അവനെ ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും പേരെല്ലാം ചോദിച്ച് കുറേ മിണ്ടി അവനോട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങുന്നിടത്ത് കുറേ നേരം ഇരുന്നു. കുറേ നേരം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറോളം നമ്മയുടെ ഇരുന്നിട്ടാണ് വീട്ടിലേക്ക് പോയത്. പെപ്പയ്ക്ക് ഈ ഭണ്ണാരത്തിൽ പൈസ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് നിർബന്ധിച്ചിട്ട് എന്നോടൊരു പൈസയും വാങ്ങിയിട്ട് എന്നോട് പറഞ്ഞാൽ പൈസ വേണം ഭണ്ണാരത്തിലിടാൻ എന്ന് പറഞ്ഞിട്ട് ഉറപ്പിയും വാങ്ങിയിട്ട് അതിലൊക്കെ കൊണ്ടിട്ട് പിന്നെ കുറേ നേരം കോണി കളിച്ചിട്ടുള്ള സമയം പോയി. ആളൊന്നും നിന്നെ കൂട്ടിയിട്ടില്ലേ, ഒരു സ്ഥലത്ത് വരൂല കേട്ടാ. ഇരുട്ടാണ്, അമ്മ എടുക്കാന്ന് പറഞ്ഞ് കുറേ നേരം നമുക്ക് കേട്ടിട്ടേ ഇല്ല. അതിലെന്നെ നടക്കുന്നത്. കാരണം 2 സൈഡും കണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ടായി ഇഴജന്തുക്കളെല്ലാം വരുമെന്ന്. പക്ഷെ തീരെ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. എനിക്കന്ന് അധികം സൗണ്ട് എടുക്കാനും പറ്റുന്നുണ്ടായിട്ട് കഴിയാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ നടന്നു പോകാൻ. പാമ്പുണ്ടോ ഇപ്പുറത്തേ നടക്ക്. ഇത് നോക്കിയതാ കുളം നോക്കി ഇങ്ങോട്ടാ, വെള്ളം നോക്കി മീൻ നോക്കിയതാ. മീനുണ്ടേ കുറേ സൈഡെല്ലാം ഉണ്ടോ. ഇതൊക്കെ കീറുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാ. അതാണ് ഗേറ്റ് അടച്ചിട്ടുണ്ടായത്. ഗേറ്റ് അടച്ച സമയത്ത് ഇപ്പം ഒരു ചായപ്പീടിയാന്ന് പറയാൻ പറ്റൂല, അവൽ മിൽക്കും കുലിക്ക സർവത്തെല്ലാം വെക്കുന്നുണ്ടായിന്. ചായയുണ്ട്. അങ്ങനെ പെപ്പയ്ക്ക് ചായ വേണമല്ലോ എന്തായാലും. പെപ്പയ്ക്ക് എന്നല്ല നമുക്ക് എന്തായാലും അമ്പലത്തിലെല്ലാം പോകണമെങ്കിൽ ചായ വേണമല്ലോ. അങ്ങനെ ചായ കുടിക്കാൻ കയറി നമ്മൾ 3 പെപ്പരെ കളി കണ്ടിട്ട് ഞാനും കുട്ടിയും കുറേ ചിരിച്ചു കേട്ടാ. എന്തെല്ലോ പോയിക്കിട്ടാന്ന് ഇവൻ കളിച്ചു കൂട്ടുന്നതെല്ലാം. അങ്ങനെ പെപ്പയ്ക്ക് ഒരു പുഴുങ്ങിയ മുട്ടിയും എനിക്ക് മസാലയും കൂടെ പറഞ്ഞു. ഗേറ്റ് തുറക്കുന്നവരെ നമ്മൾ കുറച്ച് സമയം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കേട്ടാ. ചായ എല്ലാം കുടിച്ചിട്ട് മെല്ലെ എണീച്ചാന്ന്. അങ്ങനെ ബില്ലെല്ലാം കൊടുത്തിട്ട് നമ്മ ഇറങ്ങി. എന്നിട്ടും ഗേറ്റ് തുറന്നിട്ടുണ്ടായിട്ടാ. ഈ ട്രെയിനിലുള്ളത് എല്ലാവർക്കും ഒരു കൗതുകമുള്ള കാര്യമാണ്. പെപ്പ ഇങ്ങനെ ഭയങ്കര കൗതുകത്തോടെ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വൈക്കുന്ന പീടിയിലും കയറി സാധനമെല്ലാം വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വന്നത്. വീടെത്തുമ്പോഴേക്കാണ് കേട്ടോ കുറച്ചൊരു സമാധാനമായത് എനിക്ക്. കുറച്ച് സമയം ഇങ്ങനെ കിടക്കണമെന്നാണ് ഉണ്ടായിനി. അങ്ങനെ നേരെ അമ്മേനെ വിളിക്കുമ്പോൾ അമ്മ കുളിക്കുന്നുണ്ടായിനി. ചിക്കൻ ഉണ്ടായിന് അടുപ്പത്ത്. അങ്ങനെ ഞാൻ കുറേ നേരം ചിക്കൻ തിരിച്ചു മറിച്ച് കൂട്ടിച്ചെല്ലാം അവിടെ നിന്ന് ചിക്കൻ പൊരിക്കാൻ്റെ കാരണം അപ്പോട്ടം വരുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോടെ നിൽക്കാൻ വരുന്നതെന്ന് പറയുമ്പം അമ്മക്ക് ഭയങ്കര വേവില്ലാതെയാണ് ഇങ്ങനെ തിന്നാൻ കൊടുക്കൽ, ചോറിന് കറി കൊടുക്കൽ. എല്ലാ വീട്ടിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടാ. ഒരു കറി മാത്രമല്ലാന്നെങ്കിൽ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കയ്യോ ഒരു കറി മാത്രം അങ്ങനെ കൊടുക്കൽ, എന്തെങ്കിലും വാങ്ങിയിട്ട് വാ. എൻ്റെ ചിക്കൻ കറിയും ആക്കി ചിക്കൻ പൊരിച്ചതും ആക്കി. എന്നിട്ട് എന്നോട് പറയുന്നത് പപ്പടം ആക്കാ, നീ വരുമ്പോൾ പപ്പടം വാങ്ങണം എന്നല്ല പറഞ്ഞ് ഞാൻ പപ്പടവും വാങ്ങിയിട്ടാണ് വന്നത് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ. അപ്പോട്ടനാണെങ്കിൽ അങ്ങനെ ഒന്നും നിർബന്ധം ഇല്ലാത്ത ഒരാൾ വന്നു. ഇനി ഇന്ന് ചമ്മന്തി അങ്ങ് ചമ്മന്തി കൂട്ടിയിട്ട് അയാൾ ചോറ് കഴിക്കും. ഞാൻ പറയും ഒന്നും ആക്കണ്ടെന്ന്. പക്ഷെ അമ്മ ചീത്ത പറയും. അമ്മ പറയും അങ്ങനെ ഇത് മാത്രം അങ്ങനെ കൊടുക്കലും വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് പറയും. ഒരു കപ്പോണ്ട് ഒരു കസിൻ ഒരേട്ടനുണ്ട് എന്നോട് പറഞ്ഞത് എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട്. പിന്നെ ഫസ്റ്റെല്ലാം ഉണ്ടാവും ആദ്യക്കല്ലേ ഈ ചിക്കൻ കറിയിലാക്കി തരൂടാ. പിന്നെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ പരിപ്പ് കറിയും കൂട്ടി ചോറ് കഴിക്കേണ്ടി വരുന്ന അപ്പോട്ടനോട് കുറേ പറയുന്നത് ഞാൻ കേട്ടിനി. പക്ഷെ എൻ്റെ വീട്ടിൽ അപ്പോട്ടിന് ഇന്നും കല്യാണം കഴിഞ്ഞത് മുതൽ ഇന്ന് വരെ വന്നതിൽ അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടാ.
ഫസ്റ്റ് അപ്പോഴാണ് എങ്ങനെയാണോ അമ്മ കണ്ടത്, ഫസ്റ്റ് എങ്ങനെയാണോ അപ്പോട്ടനെ വരുമ്പം ചോറും കറി ആക്കി കൊടുത്തത് ഇതുപോലെ ഇപ്പോൾ ആക്കി കൊടുക്കലുണ്ട്. അതെന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആക്കി കൊടുക്കും. അപ്പോടെ വീട്ടിലേക്ക് വരുന്ന പറയുമ്പോൾ ശരിക്കും ഇങ്ങനെ അതിഥിയെല്ലാം വരുന്ന പോലെ തന്നെയാണ് അവിടെ നോക്കൽ. അതിന് എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അമ്മയില്ലടത്തോളം കാലം അപ്പോട്ടിന് ഈ ഒരു ഇതുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചിക്കനെല്ലാം ആക്കിയിട്ടാകുമ്പോൾ ഞാൻ വരുമ്പോൾക്ക് ഉണ്ടോസും പെപ്പയും കൂടെ റൂമിൽ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരപ്പുറം ഞാനും കളിക്കാൻ കൂടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക.